ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ് ചെയ്യുന്നത്. കുക്കിംഗ് അധികം അറിയാത്ത ആൾക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു എളുപ്പത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്ക് ഞാൻ ഈ ഒരു സോസ് പാനിലാണ് പാല് ചൂടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഓവറായിട്ട് അങ്ങ് തിളച്ച് പൊങ്ങണമെന്നില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇങ്ങനെ ഒരു ബബിൾസ് വരും, ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാരയല്ല ചേർക്കുന്നത്, കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് ചെറിയൊരു ബബിൾസ് വരുന്ന സമയത്ത് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ പോലും നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ പാല് അടി പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇപ്പം പാലിൽ ചെറിയൊരു ബബിൾസ് വരുന്ന സമയത്ത് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക, ഒരു 3/4 ടിന്ന്. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഈ പുഡിങ്ങിലേക്കുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 8 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ചെറിയ ട്രേലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 8 ഗ്രാം എടുത്തിട്ടുള്ളൂ. വലിയ ട്രേ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രാം വേണ്ടി വരും. സാധാരണ ഞാനൊരു 10 ഗ്രാമാണ് പുഡിങ്ങിലേക്ക് ചേർക്കാറ്, വലിയ ട്രേലാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ ഇത് ചെറിയ ട്രേല ഉണ്ടാക്കുന്നതുകൊണ്ട് 8 ഗ്രാം എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ചൈന ഗ്രാസ് ഇപ്പോൾ നല്ലപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് പാലിൻ്റെ മിക്സിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലേക്കാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അപ്പോഴേക്കും ക്യാമറ ഓഫായി പോയി, സോറി. അപ്പോൾ അത് അങ്ങനെ മിക്സ് ചെയ്തിട്ട് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചില സമയത്ത് പുഡിങ്ങിൽ മെൽട്ടാവാത്ത ചൈന ഗ്രാസ് ഉണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും മതി അരിപ്പയിലിട്ടിട്ട്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമ്മുടെ ഈ പാലിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചിട്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്യുന്നത്. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പില്ല, നല്ല ചൂട് ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയിലെ ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മാംഗോ ആണ് എടുത്തിട്ടുള്ളത്, നല്ല പഴുത്ത മാംഗോ. പക്ഷേ ഇതിന് അത്ര മധുരമില്ല, നല്ല കളറുണ്ട് എന്നേ ഉള്ളൂ. തീരെ മധുരമില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് മേലെ ഒരു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടി, പിന്നെ ഒരു മാംഗോൻ്റെ ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ജ്യൂസാക്കി എടുക്കുക. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ മാംഗോയുടെ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ടൈഗറിൻ്റെ മാംഗോ മിക്സ് എടുക്കുന്നുണ്ട്. മാംഗോൻ്റെ എസെൻസാണ്. ഇതൊരു 3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിലേക്കൊരു 4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാങ്ങയ്ക്ക് തീരെ മധുരം ഇല്ലാത്തതുകൊണ്ടാണ്. മധുരമുള്ള നല്ല മാങ്ങയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് ജ്യൂസാക്കി എടുക്കാം.
അപ്പോൾ നമ്മുടെ പുഡിങ് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നും വെച്ചിട്ടില്ല, പുറത്തുതന്നെ വെച്ചിട്ട് നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാംഗോ ജ്യൂസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ച് എല്ലാ സൈഡിലേക്കും നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കുക ഈ ജ്യൂസ്. അപ്പോൾ ഈ ഒരു പുഡിങ് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കുക്കിംഗ് അധികം അറിയാത്ത ആൾക്കാർക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ് റെസിപ്പി തന്നെയാണ്. ഈ ഒരു മാംഗോൻ്റെ ജ്യൂസൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ സാധാരണ നമ്മൾ മാംഗോ പുഡിങ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വഴി കിട്ടും. അപ്പോൾ ഇനി നല്ല റെസിപ്പീസുമായിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.